ഹായ് ഓൾ, മിഥുനാണ്. വെൽക്കം ടു മൈ ചാനൽ സുമാർ ജൂനിയേഴ്സ് വ്ലോഗ്. കഴിഞ്ഞ ആഴ്ച ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു യൂത്ത് മൊബിലിറ്റി വിസയെ ബന്ധപ്പെട്ട്. എന്നാണ് അത് ഓപ്പൺ ആകുന്നത്, ആർക്കൊക്കെ ചെയ്യാം, എന്താണ് ക്രൈറ്റീരിയാസ്, എത്ര രൂപ ഫണ്ട് നമുക്ക് ആവശ്യമാണ് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യാമെന്ന് ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും ഫുൾ വീഡിയോ കാണുക. പറ്റുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. നമുക്ക് ഈ ബാലറ്റിലോട്ട് അപ്ലൈ ചെയ്യുന്നതിന് ഇനിഷ്യലി പ്രോസസ്സിംഗ് ഫീസോ കാര്യങ്ങളൊന്നും ആവശ്യമാകുന്നില്ല. 18 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കുള്ള ആൾക്കാർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ 3 വർഷം കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്ക് ആണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഒറിജിനൽ സർട്ടിഫിക്കറ്റും കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റും ആവശ്യമാണ്. ഇംഗ്ലീഷ് IELTS കാര്യങ്ങളൊന്നും ഇതിന് ആവശ്യമായിട്ടില്ല. ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ 2 സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ളൂ. അല്ലാതെ IELTS നമുക്ക് ഇതിന് ആവശ്യമില്ല. അപ്പം ബാക്കി എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി UK ഇമിഗ്രേഷൻ എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക. അതായത് UK വിസാസ് ആൻഡ് ഇമിഗ്രേഷൻസ് വരും. അത് ക്ലിക്ക് ചെയ്യുക. വർക്ക് ഇൻ ദി UK ഓർ സ്പോൺസർ എ വർക്കർ. അതിനുശേഷം യൂത്ത് മൊബിലിറ്റി സ്കീം വിസ താഴോട്ട് പോവുക. നെക്സ്റ്റ് എലിജിബിലിറ്റി താഴോട്ട് പോവുക. ഇഫ് യു ആർ ഫ്രം ഇന്ത്യ എന്നുള്ളതോടെ ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീം വിസ ക്ലിക്ക് ചെയ്യുക. ഓവർവ്യൂ എലിജിബിലിറ്റി ഹൗ ടു അപ്ലൈ വരും. ഹൗ ടു അപ്ലൈ അവിടെ ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീം ബാലറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴോട്ട് പോകുമ്പം എൻ്ററിങ് ദ ബാലറ്റ് എന്നുള്ള ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, പാസ്പോർട്ട് ഡീറ്റെയിൽസ്, പാസ്പോർട്ടിൻ്റെ സ്കാൻഡ് കോപ്പി, ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, ഇതാണ് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി വേണ്ടത്. 2025 എന്നാണ് ഡേറ്റ് എന്നുള്ളത് അവർ പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പം ഈ ഒരു സ്റ്റേജ് വരെയാണ് ഇപ്പോൾ ആരെങ്കിലും കയറി നോക്കിയിട്ടുണ്ടെങ്കിലും കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിന് ശേഷം അവിടെ എൻട്രിങ് ദ ബാലറ്റ് എന്നുള്ളിടത്ത് അപ്ലൈ ചെയ്യാനുള്ളത് ഓപ്പൺ ആയി വരും. അതിനുശേഷം അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഡേറ്റ് ഇതുവരെ പബ്ലിഷ് ആയിട്ടില്ല. ഫെബ്രുവരിയിലാണെന്നുള്ളതാണ് UK ഗവൺമെൻറ് ഇപ്പം നമുക്ക് ആ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തേക്കുന്നത്. ബട്ട് എന്നാണ് ഡേറ്റ് വരുന്നത് അത് കൺഫേം ആയതിനു ശേഷം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ, ഡേറ്റും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കുറച്ചുകൂടെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും തന്നെ പറ്റുന്ന പോലെ ആൾക്കാരിലോട്ട് എത്തിക്കുക. നമ്മൾ അറിയാത്തത് കൊണ്ട് ഇത് ചെയ്യാതിരിക്കരുത്. ഭാഗ്യപരീക്ഷണമാണ്. ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ള ആൾക്കാർക്ക് എന്താണെങ്കിലും ചെയ്യാൻ പറ്റും. വേറെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസി IELTS കാര്യങ്ങളൊന്നും ഇല്ല, വേണ്ട. അപ്പം എല്ലാവരും തന്നെ മാക്സിമം ശ്രമിക്കുക. ഒരു ഏജൻസിയുടെയും സഹായത്തോടു കൂടിയല്ല ഇത് നമുക്ക് ചെയ്യേണ്ടത്. നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. കാരണം വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. വിസ പ്രോസസ്സിങ്ങിൻ്റെ വിസയ്ക്ക് വെക്കുന്നത് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണമെന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്. ഒരു ഏജൻസിയിലും കൊണ്ടയിൽ പൈസ കൊടുക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. വിസ ഒരു ഏജൻസിക്ക് പൈസ കൊടുത്ത് ചെയ്യേണ്ട യാതൊരു കാര്യവും നമുക്കിതിനില്ല. ശ്രദ്ധിച്ച് തന്നെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അല്ലെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എങ്ങനെയാണ് അതിൽ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും.